പി ജെയിംസ്, ഇത് പ്രത്യക്ഷത്തിൽ CPM-നെ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയൊക്കെ പ്രതിരോധത്തിലാക്കുന്നതല്ലേ? തീർച്ചയായിട്ടും വേണു. ഈ സമയത്ത് തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകനായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. ജോൺ മുണ്ടക്കയം ആയിട്ട് നല്ല അടുപ്പമുണ്ട്. ജോൺ മുണ്ടക്കയം ഇത് സംബന്ധിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇടപെടൽ നടന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അദ്ദേഹം അത് പരസ്യമായിട്ട് എഴുതുന്നത്. ഒരുപക്ഷെ ഞാനിത് ഓർക്കുന്നത്, അന്നത്തെ സമരം ഓർക്കുന്നവർ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടാവും. സെക്രട്ടേറിയറ്റ് മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്. മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ സെക്രട്ടേറിയറ്റിൽ കഴിയാൻ പറ്റാത്ത വിധത്തിൽ അത്ര വലിയ ജനക്കൂട്ടത്തെയാണ് കൊണ്ടുവന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ചിട്ട് ഈ സമരം തീരൂ എന്നാണ് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായിട്ട് അതൊരു വലിയ ഇതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, കൈരളി TV ഈ സംസാരം നടന്നു എന്ന് പറയുന്നതിൻ്റെ തലേ ദിവസം നടത്തിയ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്നാണ് ജോൺ ബ്രിട്ടാസ് ഒരു പടം പുറത്തുവിട്ടത്. കാരണം ഉമ്മൻചാണ്ടി സരിതയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ സരിത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചെവിയിൽ സ്വകാര്യം പറയുന്ന ചിത്രം കടപ്ലാമറ്റം ഫോട്ടോ പുറത്തുവിട്ടുകൊണ്ട് ഇതാ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ബ്രിട്ടാസ് ആങ്കറായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന ആ ചർച്ചയിൽ ഞാൻ പങ്കാളിയായിരുന്നു. പി ജെയിംസ്, ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും പുതിയ വെളിപ്പെടുത്തൽ ആരെ പ്രതിരോധത്തിലാക്കുന്നതാണ്? അല്ല, ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടരും തമ്മിലൊരു ഒത്തുതീർപ്പാണല്ലോ. അപ്പോൾ രണ്ടു കൂട്ടരെയും പ്രതിരോധത്തിലാക്കുന്നതാണ്. അത് ഇടതുപക്ഷത്തെ മാത്രമല്ല. പ്രത്യേകിച്ച് ഞാൻ അന്ന് ഓർക്കുന്നു, യഥാർത്ഥത്തിൽ 2 ദിവസം കൂടി ഈ സമരം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി രാജിവെക്കുമായിരുന്നു എന്ന് തോമസ് ഐസക്ക് അന്ന് ഈ സമരം പിൻവലിച്ചതിന് ശേഷം പറഞ്ഞ് ഓർക്കുന്നു. തോമസ് ഐസക്കിനെ പോലുള്ള CPM-ന്റെ നേതാക്കൾക്ക് ഇതിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു സമരം പിൻവലിച്ചതിനെ കുറിച്ച്. ഒപ്പം തന്നെ അന്നത്തെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പന്ന്യൻ രവീന്ദ്രൻ, അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ സമരം വിജയമായില്ല, പൂർണ്ണ വിജയമായില്ല എന്ന് മാത്രമല്ല CPI-യുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ ആരോപണം കൂടി വന്നു. എന്തോ അത്യാവശ്യ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സമരത്തെ പൊളിച്ചു എന്ന രീതിയിൽ CPI-യുടെ ആക്ഷേപം വന്നിരുന്നു. എന്തായാലും ആ കാലഘട്ടത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഒരുപക്ഷെ അതേ ചൊല്ലിയുള്ള ഒരു ആരോപണങ്ങളിൽ അതിൻ്റെ ശരിയോ തെറ്റൊക്കെ പിന്നീട് അറിയേണ്ടതാണ്. TP ചന്ദ്രശേഖരൻ പദത്തിൽ പ്രമുഖ നേതാക്കളെ ടാർഗറ്റ് ചെയ്യുന്നു അന്നത്തെ സർക്കാർ. അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നടത്തിയ നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് വലിയ രീതിയിൽ അന്ന് ആരോപണമുണ്ടായിരുന്നു. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അതേക്കുറിച്ച് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ആഭ്യന്തര മന്ത്രിയായിരുന്നു, ആഭ്യന്തര വകുപ്പിനെതിരെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ അന്ന് കേസ് സെറ്റിൽ ചെയ്ത് കൊടുത്തു എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷത്തെ മാത്രമല്ല 2 പക്ഷത്തെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇതുപോലൊരു സമരം നമ്മളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. വേണു ഓർക്കുന്നുണ്ടാവും ഒരു പക്ഷേ. അപ്പോൾ ആ തരത്തിലുള്ള സമരമായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് വല്ലാത്ത രീതിയിൽ ഇത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.